ഹായ് ഫ്രണ്ട്സ്, PSC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ 10th പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള 50 ഡേ ടൈം ടേബിളാണ്. ഇന്ന് 8ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഈ ആഴ്ചയിൽ നമ്മുടെ ടൈം ടേബിൾ ഓൾറെഡി ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ ക്ലാസ്സുകളുടെയും PDF നോട്ടുകളും നമ്മൾ ടെലഗ്രാമിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 6 ക്ലാസ്സുകളും അതുപോലെ തന്നെ 7ാമത്തെ ദിവസം അതിൻ്റെ റിവിഷൻ ടെസ്റ്റും കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി, ദേശീയ ഗാനവും ദേശീയ ഗീതവും. ഇനി കെമിസ്ട്രിയിൽ നിന്നുള്ള അയിരുകളും ധാതുക്കളും എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഫസ്റ്റ് ക്ലാസ്സാണ് ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് കുറച്ച് ലോഹങ്ങളും അവരുടെ അയിരുകളുമാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ധാതുക്കൾ അതുപോലെ തന്നെ അയിരുകളും ധാതുക്കളും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ലോഹങ്ങളെ പറ്റി വേണം തുടങ്ങാനായിട്ട്. ലോഹങ്ങളുമായിട്ട് റിലേറ്റഡ് ആണ് ഇതെല്ലാം. അപ്പോൾ നമുക്കറിയാം എന്താണ് ലോഹങ്ങൾ. ലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പീരിയോഡിക് ടേബിളൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ പീരിയോഡിക് ടേബിളിലുള്ള ലെഫ്റ്റിലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഇലക്ട്രോ പോസിറ്റീവ് എന്നും ഇതെല്ലാം ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെന്നും വിളിക്കാറ്. അപ്പോൾ അങ്ങനെ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്സ്, ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള മൂലകങ്ങളെയാണ് നമ്മൾ ലോഹങ്ങൾ എന്ന് വിളിക്കുക. ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള മൂലകങ്ങൾ. ഈ ലോഹങ്ങളെ പറ്റിയുള്ള പഠനം എന്താണ്? മെറ്റലർജിയാണ്. മെറ്റലർജി ഇതൊക്കെ പ്രീവിയസ് ആണ്. ലോഹങ്ങളെ പറ്റിയുള്ള പഠനം അറിയപ്പെടുന്നത് മെറ്റലർജി എന്നാണ്. അപ്പോൾ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള മൂലകങ്ങളാണ് ലോഹങ്ങൾ. അപ്പോൾ ഈ മൂലകങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ക്രിയാശീലം കൂടിയവയുമുണ്ട്, ക്രിയാശീലം കുറഞ്ഞവയുമുണ്ട്. അങ്ങനെ ക്രിയാശീലം കുറഞ്ഞവയ്ക്ക് എക്സാമ്പിളാണ് സ്വർണവും പ്ലാറ്റിനും. ക്രിയാശീലം കുറഞ്ഞവയ്ക്ക്. അപ്പോൾ ഈ ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങൾ ഭൂവൽക്കത്തിൽ സ്വതന്ത്രാവസ്ഥയിലാണ് കാണപ്പെടുക. സ്വതന്ത്രാവസ്ഥയിലാണ് കാണപ്പെടുക. എന്നാൽ ക്രിയാശീലം കൂടിയവയാണെങ്കിലോ സംയുക്തങ്ങളായിട്ടാണ് കാണപ്പെടുക. സംയുക്തങ്ങളായിട്ടാണ് കാണപ്പെടുക. അപ്പോൾ ക്രിയാശീലം കുറഞ്ഞവ സ്വതന്ത്രാവസ്ഥയിലും കൂടിയവ സംയുക്താവസ്ഥയിലും ആണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ സംയുക്തങ്ങൾ, അപ്പോൾ ഈ ലോഹങ്ങൾ സംയുക്തങ്ങളെ ഉണ്ടാക്കും. ലോഹ സംയുക്തങ്ങൾ ഭൂവൽക്കത്തിൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഭൂവൽക്കത്തിലുള്ള ലോഹ സംയുക്തങ്ങളെ അല്ലെങ്കിൽ ലോഹാംശം അടങ്ങിയ പ്രകൃതിജന്യമായ വസ്തുക്കളെയാണ് നമ്മൾ ധാതുക്കൾ എന്ന് പറയാം. ഇതുപോലെ ലോഹങ്ങളുടെ സംയുക്തത്തെ. അപ്പോൾ അതെന്താ? ഖനനം ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രകൃതിദത്തമായ രാസപദാർത്ഥങ്ങളാണ് അവ. അപ്പോൾ ഭൂവൽക്കത്തിലെ പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളെയാണ് ധാതുക്കൾ എന്ന് പറയാം. അവ ഖനനം ചെയ്തെടുക്കാൻ, ഈസിയായിട്ട് ഖനനം ചെയ്തെടുക്കാൻ പറ്റുന്നവ കൂടിയാണ്. അപ്പോൾ ധാതുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതിദത്തമായതും ഖനനം ചെയ്തെടുക്കുന്നതുമായിട്ടുള്ള മൂലകങ്ങളോ അതായത് ലോഹങ്ങളോ അവയുടെ സംയുക്തങ്ങളോ ആണ് ധാതുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് എന്ത്? അലുമിനിയം. അപ്പോൾ അലുമിനിയം അടങ്ങിയിട്ടുള്ള അലുമിനിയത്തിൻ്റെ കുറേ സംയുക്തങ്ങളുണ്ട്. അതായത് അലുമിനിയത്തിൻ്റെ കുറേ ധാതുക്കളുണ്ട്. ആ ധാതുക്കൾ ഏതൊക്കെയാണ്? ബോക്സൈറ്റ് ഒരു ധാതുവാണ്. ബോക്സൈറ്റ്, അതേപോലെ ക്രയോലൈറ്റ്, ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കളിമണ്ണ്. ഇതിലെല്ലാം എന്തുണ്ട്? അലുമിനിയം ഉണ്ട്. ഇതെല്ലാം അലുമിനിയത്തിൻ്റെ ധാതുവാണ്. കളിമണ്ണ് അലുമിനിയം അടങ്ങിയ സംയുക്തങ്ങളാണ്. അപ്പോൾ ബോക്സൈറ്റ് അതിൻ്റെ ആ രാസനാമം ഒന്ന് നോക്കി വയ്ക്കുക. Al2O3.2H2O ആണ്. കണ്ടോ? Al2O3 2H2O. കളിമണ്ണാണെങ്കിലോ Al2O3 2H2O തന്നെയാണ്. പക്ഷെ അതിനിടയ്ക്ക് വേറെ ഒരാളും കൂടെ ഉണ്ട്. അതാരാണ്? 2SiO2. അതായത് സിലിക്കണും കൂടെ വരുന്നുണ്ട് കളിമണ്ണിൽ. Al2O3 2SiO2 2H2O. ക്രയോലൈറ്റ് ആണെങ്കിലോ Na3Al_F6 ആണ് ക്രയോലൈറ്റ്. അപ്പോൾ ഇതെല്ലാം അലുമിനിയത്തിൻ്റെ സംയുക്തങ്ങളാണ്. അതായത് ലോഹ സംയുക്തങ്ങളാണ് പ്രകൃതിയിൽ കാണുന്ന. അതായത് അലുമിനിയത്തിൻ്റെ ധാതുക്കളാണ് ഇവയെല്ലാം. അലുമിനിയത്തിൻ്റെ ധാതുക്കളാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ധാതുക്കൾ ഉണ്ടാവും. ഒരു ലോഹത്തിന് ഒരുപാട് ധാതുക്കൾ ഉണ്ടാവും. ഒരു ലോഹം അടങ്ങിയിട്ടുള്ള അനേകം ധാതുക്കൾ ഇവിടെ നമുക്കുണ്ട്. പക്ഷേ എല്ലാ ധാതുക്കളെയും ലോഹങ്ങളുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. എല്ലാ ധാതുക്കളെയും നമുക്ക് ലോഹങ്ങളുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. ഇതിലെ ചില ധാതുവിനെ മാത്രമേ നമ്മൾ ഇപ്പോൾ അലുമിനിയത്തെ നമുക്ക് വേർതിരിച്ചെടുക്കണം. അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിന് നമ്മൾ ബോക്സൈറ്റും ക്രയോലൈറ്റും കളിമണ്ണും എല്ലാം ഉപയോഗിക്കില്ല. ഇതിലേതെങ്കിലും ഒരു ധാതുവിനെയാണ് കൂടുതലായിട്ടും നമ്മൾ അലുമിനിയത്തിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുക. അപ്പോൾ ലോഹം വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. എന്തൊക്കെയായിരിക്കണം? ആ ധാതുക്കൾ സുലഭമായിരിക്കണം, പ്രകൃതിയിൽ സുലഭമായിരിക്കണം. അതേപോലെ തന്നെ അതിലുള്ള ആ ലോഹത്തിൻ്റെ അംശം കൂടുതലായിരിക്കണം. അതേപോലെ തന്നെ എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിക്കാൻ കഴിയണം. വളരെ എളുപ്പത്തിലും
ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹത്തെ വേർതിരിച്ചെടുക്കാൻ പറ്റണം. അപ്പോൾ ഇങ്ങനെ വളരെ സുലഭമായിട്ടുള്ളതും അതുപോലെ ലോഹത്തിൻ്റെ അംശം, അതായത് ഈ അലുമിനിയത്തിൻ്റെ അംശം കൂടുതലുള്ളതും വളരെ എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും അലുമിനിയത്തെ വേർതിരിച്ചെടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ധാതുവിനെയാണ് നമ്മൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. ആ ധാതുവിൽ നിന്നാണ് അലുമിനിയത്തിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിനായിട്ട് നമ്മൾ ആ ധാതുവിനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള എല്ലാ സവിശേഷതകളും അടങ്ങിയിട്ടുള്ള അലുമിനിയത്തിൻ്റെ ധാതുവാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോക്സൈറ്റിൽ നിന്നാണ് അലുമിനിയത്തെ നമ്മൾ വ്യാവസായികമായിട്ട് വേർതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോപോസിറ്റീവായിട്ടുള്ള മൂലകങ്ങളാണ്. ലോഹങ്ങളെ പറ്റിയുള്ള പഠനം മെറ്റലർജിയാണ്. ലോഹങ്ങളിൽ തന്നെ ക്രിയാശീലം കൂടുതലുള്ളതുകൊണ്ട് ക്രിയാശീലം കുറഞ്ഞവയുമുണ്ട്. കുറഞ്ഞവ സ്വതന്ത്രാവസ്ഥയിലും കൂടിയവ സംയുക്തങ്ങളായിട്ടും കാണപ്പെടും. അപ്പോൾ ഇത്തരത്തിലുള്ള ലോഹ സംയുക്തങ്ങളെയാണ് നമ്മൾ ധാതുക്കൾ എന്ന് പറയുക. അപ്പോൾ ഒരേ ലോഹങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരുപാട് ധാതുക്കൾ പ്രകൃതിയിലുണ്ടെങ്കിലും ലോഹത്തെ വ്യാവസായികമായി വേർതിരിക്കാനായിട്ട് ഒരു പ്രത്യേക ധാതുവിനെ മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ. അതായത് ആ ധാതുവിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. എന്തൊക്കെയായിരിക്കണം? സുലഭമായി ലഭിക്കണം, ലോഹത്തിൻ്റെ അംശം കൂടുതലായിരിക്കണം, എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹത്തെ വേർതിരിക്കാനും കഴിയണം. അപ്പോൾ അത്തരത്തിലുള്ള അലുമിനിയത്തിൻ്റെ ധാതുവാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. അയിരാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ധാതുവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അയിര് എന്ന്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അയിര്. അതായത് ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നെങ്കിൽ അതിനെ ആ ലോഹത്തിൻ്റെ അയിര് എന്ന് വിളിക്കാം. ഇപ്പം നമ്മൾ അലുമിനിയത്തിന് 3 ധാതുക്കളെ പറഞ്ഞു. ഏതൊക്കെയാണ്? ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, അതുപോലെ കളിമണ്ണ്. പക്ഷെ അതിലെ ബോക്സൈറ്റിൽ നിന്നാണ് നമുക്ക് എളുപ്പത്തിലും അതുപോലെ വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലുമൊക്കെ അലുമിനിയത്തെ വേർതിരിച്ചെടുക്കാൻ പറ്റുക. അതുകൊണ്ട് അലുമിനിയത്തിൻ്റെ അയിര് എന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണ്. അപ്പോൾ ഇനി എല്ലാ അയിരുകളും ധാതുക്കളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ബോക്സൈറ്റ് എന്ന് പറയുന്നത് എന്താ? ധാതുവാണ്. അതായത് എല്ലാ അയിരുകളും ധാതുക്കളാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. പക്ഷേ എല്ലാ ധാതുക്കളും അയിരുകളല്ല. അതായത് നമ്മളിപ്പോൾ ഇവിടെ ബോക്സൈറ്റ്, അതുപോലെ തന്നെ ക്രയോലൈറ്റ്, കളിമണ്ണ്, ഇതൊക്കെ ധാതുവാണെന്ന് പറഞ്ഞു. പക്ഷെ ഇതൊന്നും അയിരല്ല. ഇതിൽ ഏത് മാത്രമാണ് അയിരായിട്ടുള്ളത്? ബോക്സൈറ്റ് മാത്രമാണ്. ബോക്സൈറ്റിന് മാത്രമേ ഈ പ്രത്യേകതകളുള്ളൂ. അതുകൊണ്ട് ഈ 3 ധാതുവിൽ ബോക്സൈറ്റ് മാത്രമാണ് അലുമിനിയത്തിൻ്റെ അയിരായിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതായത് എല്ലാ ധാതുക്കളും അയിരുകളല്ല, പക്ഷേ എല്ലാ അയിരുകളും ധാതുക്കളാണ്. അപ്പോൾ അത് സ്റ്റേറ്റ്മെൻറ്റിൽ വന്നാൽ നമുക്ക് നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിൻ്റാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്, പക്ഷേ എല്ലാ ധാതുക്കളും അയിരുകളല്ല. ഓക്കെ, അപ്പോൾ അതേപോലെ അലുമിനിയത്തിൻ്റെ ചില സംയുക്തങ്ങൾ എന്തായിട്ട് കാണപ്പെടാറുണ്ട്? രത്നങ്ങളാണ്. അതായത് രത്നങ്ങളാണ് Al2O3യുടെ അശുദ്ധ രൂപങ്ങളാണ് രത്നങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഈ മാണിക്യം, റൂബി എന്ന് പറയുന്നത് മാണിക്യം, അതുപോലെ തന്നെ ഇന്ദ്രനീലമുണ്ട്. മാണിക്യത്തിലും ഇന്ദ്രനീലത്തിലൊക്കെ എന്തുണ്ട്? അലുമിനിയം ഉണ്ട്. മാണിക്യത്തിലും ഇന്ദ്രനീലത്തിലൊക്കെ അലുമിനിയം ഉണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന ഇതിലൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ അയിര് എന്ന് പറയുന്നത്, അയിരിൽ ചില മാലിന്യങ്ങൾ കൂടെ അടങ്ങിയിട്ടുണ്ടാവും. അയിരിലടങ്ങിയിട്ടുള്ള മാലിന്യങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഗാങ് എന്നാണ് വിളിക്കുക. അതായത് അയിര് എന്ന് പറഞ്ഞാൽ ലോഹത്തിൻ്റെ സംയുക്തങ്ങളാണ്. അപ്പോൾ അതിൽ ലോഹങ്ങളും മറ്റു മൂലകങ്ങളും അതുപോലെ ചില മാലിന്യങ്ങളും അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ലോഹത്തെ കിട്ടണമെങ്കിൽ ഈ മാലിന്യങ്ങളെയൊക്കെ നീക്കം ചെയ്തിട്ട് വേണം ലോഹത്തെ എടുക്കാനായിട്ട്. അപ്പോൾ അയിരിൽ അടങ്ങിയിട്ടുള്ള മാലിന്യങ്ങളെ നമ്മൾ ഗാങ് എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ അപദ്രവ്യം എന്ന് വിളിക്കും. അപ്പോൾ ഈ ഗാങ്ങിനെ നമുക്ക് നീക്കം ചെയ്യണം, എന്നാൽ മാത്രമേ ലോഹത്തിനെ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഗാങ്ങിനെ നീക്കം ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഗാങ്ങിനെ നീക്കം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫ്ലക്സ്. ഇനി ഗാങ് ഫ്ലക്സുമായി പ്രവർത്തിച്ച് കിട്ടുന്ന ഉൽപ്പന്നം, ഈ ഗാങ്ങും ഫ്ലക്സും കൂടി പ്രവർത്തിച്ച് നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നം എന്താണ്? സ്ലാഗ്. അപ്പോൾ ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ അയിരിൽ അടങ്ങിയിട്ടുള്ള മാലിന്യങ്ങളാണ് ഗാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഫ്ലക്സ്. ഗാങ്ങും ഫ്ലക്സും കൂടി ചേർന്ന് കിട്ടുന്നതാണ് സ്ലാഗ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇവിടെ പറഞ്ഞു ഇന്ദ്രനീലം, മാണിക്യം എന്നുള്ളത്. അപ്പോൾ ഈ മാണിക്യത്തിലും ഇന്ദ്രനീലത്തിലും അലുമിനിയം ഉണ്ട്, അതോടൊപ്പം ചില ഗാങ് ഉണ്ട്, അതായത് അപദ്രവ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പം മാണിക്യത്തിൽ അടങ്ങിയിട്ടുള്ള അപദ്രവ്യമാണ് ക്രോമിയം, അതുപോലെ ഇന്ദ്രനീലത്തിൽ അടങ്ങിയിട്ടുള്ള അപദ്രവ്യമാണ് കൊബാൾട്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, +1 അപ്പോൾ മാണിക്യം ഇതൊക്കെ എന്ന് പറയുന്നത് എന്താ? Al2O3യിൽ കാണപ്പെടുന്നതാണ്. Al2O3യിൽ കാണപ്പെടുന്ന അപദ്രവ്യങ്ങളാണ് ഏതൊക്കെ? അതായത് മാണിക്യത്തിൽ ക്രോമിയവും
അതേപോലെ തന്നെ ഇന്ദ്രനീലത്തിലെ കൊബാൾട്ടും Al2O3യുടെ കൂടെ. ഇതിൽ മാണിക്യത്തിലും ഇന്ദ്രനീലത്തിലും Al2O3യുടെ കൂടെ കാണപ്പെടുന്ന അപദ്രവ്യങ്ങളാണ് ക്രോമിയവും കൊബാൾട്ടും എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ പറഞ്ഞു ഗാങ്ങിനെ നീക്കം ചെയ്യാനായിട്ടാണ് ഫ്ലക്സ് ഉപയോഗിക്കുക. അപ്പോൾ ഗാങ് അസിഡിക് ആണെങ്കിൽ, ഗാങ്ങിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അസിഡിക് ആണെങ്കിൽ, ഗാങ് എന്ന് പറയുന്നത് ഒരു അപദ്രവ്യമാണ്, അത് അസിഡിക് ക്യാരക്ടറാണ് അതിനുള്ളതെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഫ്ലക്സ് വേണം ഉപയോഗിക്കാൻ. ബേസിക് ആയിട്ടുള്ള ഫ്ലക്സ് വേണം ഉപയോഗിക്കാൻ. ഇനി ബേസിക് ആയിട്ടുള്ള ഗാങ് ആണെങ്കിൽ അസിഡിക് ആയിട്ടുള്ള ഫ്ലക്സ് വേണം ഉപയോഗിക്കാൻ. അതിൻ്റെ നേരെ തിരിച്ച്, ഗാങ് അസിഡിക് ആണെങ്കിൽ ഫ്ലക്സ് ബേസിക് ആയിരിക്കും. ഇനി ഗാങ് ബേസിക് ആണെങ്കിൽ ഫ്ലക്സ് എന്ന് പറയുന്നത് അസിഡിക്കും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് മൂലകങ്ങളും അവരുടെ അയിരുകളും നമുക്ക് പഠിക്കാം. ലോഹം, അലുമിനിയം. അലുമിനിയത്തിൻ്റെ നമ്മളിപ്പോൾ പറഞ്ഞു ബോക്സൈറ്റ്, ചെറിയ അളവിൽ നമ്മൾ ക്രയോലൈറ്റും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ബോക്സൈറ്റും ക്രയോലൈറ്റുമാണ് അലുമിനിയത്തിൻ്റെ അയിരുകൾ. ഇനി അയേൺ ആണെങ്കിലോ, അയേണിൻ്റെ ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ്. പിന്നെ സിഡറൈറ്റ്, അയേൺ പൈറൈറ്റ്സ്. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്, അയേൺ പൈറൈറ്റ്സ്. ഇനി കോപ്പർ ആണെങ്കിൽ കോപ്പർ പൈറൈറ്റ്സ്, മാലക്കൈറ്റ്, കുപ്രൈറ്റ്, കോപ്പർ ഗ്ലാൻസ്. കോപ്പർ പൈറൈറ്റ്സ്, മാലക്കൈറ്റ്, കുപ്രൈറ്റ്, കോപ്പർ ഗ്ലാൻസ്. സിങ്കിൻ്റെ അയിരാണ് സിങ്ക് ബ്ലെൻഡ്, അതേപോലെ കലാമിൻ, സിങ്കൈറ്റ്. സിങ്ക് ബ്ലെൻഡ്, കലാമിൻ, സിങ്കൈറ്റ്. അപ്പോൾ സിങ്ക് ബ്ലെൻഡ് എന്ന് പറയുന്നത് സിങ്കിൻ്റെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, സിങ്കിൻ്റെ സൾഫൈഡാണ്. അപ്പോൾ ഇതും കൂടെ നോട്ട് ചെയ്ത് വയ്ക്കുക. സിങ്ക് ബ്ലെൻഡ് എന്ന് പറയുന്നത് സിങ്ക് സൾഫൈഡ് ആണ്. കലാമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക് കാർബണേറ്റ് ആണ്. സിങ്കൈറ്റ് എന്ന് പറഞ്ഞാൽ സിങ്ക് ഓക്സൈഡ് ആണ്. അപ്പോൾ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, അതൊരു എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അതേപോലെ കോപ്പർ ഗ്ലാൻസ് നോക്കി വയ്ക്കുക. കോപ്പർ ഗ്ലാൻസ് എന്ന് വെച്ചാൽ കോപ്പറിൻ്റെ സൾഫൈഡ് ആണ്. കുപ്രൈറ്റ് എന്ന് പറഞ്ഞാൽ കോപ്പറിൻ്റെ ഓക്സൈഡ് ആണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. അയേൺ പൈറൈറ്റ്സ് ആണ് അയേണിൻ്റെ സൾഫൈഡ് വരുന്നത്. ഓക്കെ, ഇനി അതേപോലെ നമുക്ക് പഠിക്കാനുള്ളതാണ് ടൈറ്റാനിയം. ടൈറ്റാനിയത്തിൻ്റെ ഏതാണ്? ഇൽമനൈറ്റും റൂട്ടൈലുമാണ്. ഇൽമനൈറ്റും റൂട്ടൈലും. ഇൽമനൈറ്റും റൂട്ടൈലും ടൈറ്റാനിയത്തിൻ്റെ അയിരുകളാണ്. ഇനി യുറേനിയത്തിൻ്റെ അയിരാണ് പിച്ച് ബ്ലെൻഡും അതുപോലെ കാർണോടൈറ്റ്. മെർക്കുറിയുടെ ആണ് സിന്നബാർ. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. മെർക്കുറിയുടെ ആണ് സിന്നബാർ. നിക്കലിൻ്റെ പെൻഡ്ലാൻഡൈറ്റ് ആണ്. പെൻഡ്ലാൻഡൈറ്റ് ആണ് നിക്കലിൻ്റെ. തോറിയത്തിൻ്റെ എന്താ? മോണസൈറ്റ് ആണ്. മോണസൈറ്റ് ആണ് തോറിയത്തിൻ്റെ. സോഡിയത്തിൻ്റെ കല്ലുപ്പ് അല്ലെങ്കിൽ റോക്ക് സാൾട്ട്. സോഡിയത്തിൻ്റെ നമ്മൾ എന്താ പറയുക? റോക്ക് സാൾട്ട് എന്നാണ് പറയുക. റോക്ക് സാൾട്ട് ആണ്. അപ്പോൾ ഈ തോറിയത്തെ പറ്റി പറയുമ്പോൾ, തോറിയം എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ തീരപ്രദേശത്ത് കണ്ടുവരുന്ന ധാതുക്കളാണ് മോണസൈറ്റും അതുപോലെ തന്നെ ഇൽമനൈറ്റും. ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, ഈ ഇൽമനൈറ്റും മോണസൈറ്റും കേരളത്തിൻ്റെ തീരപ്രദേശത്ത് കണ്ടുവരുന്ന ധാതുക്കളാണ്. അപ്പോൾ കേരളത്തിലെ മോണസൈറ്റിൽ നിന്നും, കരിമണലിൽ കാണപ്പെടുന്ന മോണസൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം, കേരളത്തിലെ മോണസൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ലോഹം ഏതാണ്? തോറിയമാണ്. അപ്പോൾ ഈ ലോഹങ്ങളെ പറ്റിയൊക്കെ പ്രീവിയസ് ആയിട്ട് PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ടൈറ്റാനിയത്തെ പറ്റി ചോദിച്ചിട്ടുള്ളതാണ്. ചന്ദ്രനിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് ടൈറ്റാനിയം എന്ന് പറയുന്നത്. യുറേനിയം ആണെങ്കിലോ, യുറേനിയം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയുടെ ലോഹം എന്നറിയപ്പെടുന്നത് യുറേനിയമാണ്. മെർക്കുറി നമുക്കറിയാം, ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹമാണ് മെർക്കുറി. ദ്രവണാങ്കം കുറഞ്ഞ ലോഹമാണ് മെർക്കുറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അമാൽഗം, ഈ മെർക്കുറിയുടെ സംയുക്തങ്ങൾ അറിയപ്പെടുന്നത് എന്ത് പേരിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്ത് പേരിലാണ്? അമാൽഗം എന്നാണ്. ഓക്കെ, ഇനി നിക്കൽ. അപ്പം നിക്കലിൻ്റെ ഇത് പഠിക്കുക, വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇനി ഏതാണ്? സോഡിയം എന്ന് പറയുന്നത്, സോഡിയം സോഫ്റ്റ് മെറ്റൽസ് ആണ് സോഡിയം എന്ന് പറയുന്നത്. സോഡിയം. അതുപോലെ തന്നെ വാഷിംഗ് സോഡ, ചില്ലി സോൾട്ട് പീറ്റർ, കാസ്റ്റിക് സോഡ, ഈ 3 സംയുക്തങ്ങളും സോഡിയത്തിൻ്റെയാണ്. ചില്ലി സോൾട്ട് പീറ്റർ എന്നറിയപ്പെടുന്നത് സോഡിയത്തിൻ്റെ നൈട്രേറ്റ് ആണ് ചില്ലി സോൾട്ട് പീറ്റർ എന്നറിയപ്പെടുന്നത്. വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത് സോഡിയത്തിൻ്റെ കാർബണേറ്റ് ആണ്.
കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നത് സോഡിയത്തിൻ്റെ ഹൈഡ്രോക്സൈഡാണ്. സോഡിയത്തിൻ്റെ ഹൈഡ്രോക്സൈഡാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. എക്സാമിന് കൂടുതലും ചോദിക്കുക ഈ അയിരുകൾ തന്നെയാണ്. അപ്പോൾ ഈ അയിരുകൾ പഠിച്ചു വയ്ക്കുക മെയിനായിട്ട്. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, ഇനി ലെഡും ടിന്നും. അപ്പം ലെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്തീയമാണ് ലെഡ്. കറുത്തീയമാണ് ലെഡ്. അതേപോലെ തന്നെ സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാ? ലെഡാണ്. അപ്പം ലെഡിൻ്റെ അയിര് എന്ന് പറയുന്നത് ഗലീന. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ലെഡിൻ്റെ അയിര് ഗലീനയാണ്. ഇനി ടിൻ എന്താ? വെളുത്തീയമാണ് എന്തെന്ന് പറയുന്നത്? ടിൻ എന്ന് പറയുന്നത്. അപ്പോൾ ടിന്നിൻ്റെ എന്താ? കാസിറ്ററൈറ്റ് ആണ്. ഇനി മെഗ്നീഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാസസൂര്യൻ എന്നൊക്കെ അറിയപ്പെടുന്നത് മെഗ്നീഷ്യമാണ്. ക്ലോറോഫിലിൽ അടങ്ങിയിട്ടുള്ളതും മെഗ്നീഷ്യമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. രാസസൂര്യൻ എന്നറിയപ്പെടുന്നതും ക്ലോറോഫിലിൽ അടങ്ങിയിട്ടുള്ളതും ഏതാ? മെഗ്നീഷ്യമാണ്. മെഗ്നീഷ്യത്തിൻ്റെയാണ് മാഗ്നസൈറ്റ് എന്നറിയപ്പെടുന്ന അയിര് ഏതിൻ്റെയാ? മെഗ്നീഷ്യത്തിൻ്റെയാണ്. ഇനി ആൻറ്റിമണിയുടെയാണ് സ്റ്റിപ്നൈറ്റ് എന്നറിയപ്പെടുന്ന അയിര് ആൻറ്റിമണിയുടെയാണ്. ഇനി പൊട്ടാസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാലൈറ്റ്. സോഡിയം പൊട്ടാസ്യം എന്ന് പറയുന്നതൊക്കെ എന്താ? സോഫ്റ്റ് മെറ്റൽസ് ആണ്. അതുപോലെ തന്നെ സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പൊട്ടാസ്യത്തിൻ്റെ സോഫ്റ്റ് സോപ്പുകളിൽ ഒക്കെ ഉപയോഗിക്കുന്നത് പൊട്ടാസ്യത്തിൻ്റെ ഹൈഡ്രോക്സൈഡ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ വെടിമരുന്നിൽ ഉപയോഗിക്കുന്ന പൊട്ടാസ്യത്തിൻ്റെ സംയുക്തം, അതിനെ നമ്മൾ വിളിക്കുന്നതാണ് നൈറ്റർ. ഓക്കെ, നൈറ്റർ ആണ് വെടിമരുന്നിൽ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം. ഓക്കെ, അപ്പോൾ കർണാലൈറ്റ് ആണ് പൊട്ടാസ്യത്തിൻ്റെ അയിര്. ഇനി അടുത്തതാണ് കാൽസ്യത്തിൻ്റെ ഡോളമൈറ്റ്. കാൽസ്യത്തിൻ്റെ അയിരാണ് ഡോളമൈറ്റ്. അതുപോലെ തന്നെ ജിപ്സം, ലൈംസ്റ്റോൺ. ഡോളമൈറ്റ്, ജിപ്സം, ലൈംസ്റ്റോൺ അല്ലെങ്കിൽ ചുണ്ണാമ്പുകല്ല് എന്നൊക്കെ പറയുന്നത് എന്തിൻ്റെയാ? കാൽസ്യത്തിൻ്റെ അയിരുകളാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് കാൽസ്യം. ഏറ്റവും കുറവുള്ളത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഏതാ? മാംഗനീസ് ആണ്. ഏറ്റവും കുറവുള്ളത് മാംഗനീസ് ആണ്. ഇനി പ്ലാറ്റിനത്തിൻ്റെയാണ് സ്പെറീലൈറ്റ് ആണ് പ്ലാറ്റിനത്തിൻ്റെ. അതേപോലെ സിൽവർ അർജൻറ്റൈറ്റിൻ്റെയാണ് ഇത് സിൽവറിൻ്റെ എന്ന് പറയുന്നത് അർജൻറ്റൈറ്റ് ആണ്. അതേപോലെ സ്വർണത്തിൻ്റെ അയിരെന്താ? ബിസ്മത്തോറൈറ്റ് ആണ്. ബിസ്മത്തോറൈറ്റ് ആണ് സ്വർണത്തിൻ്റെ അയിര്. പ്ലാറ്റിനത്തിൻ്റെ സ്പെറീലൈറ്റ്, സിൽവറിൻ്റെ ആണെങ്കിൽ അർജൻറ്റൈറ്റ് ആണ്. ഇനി അടുത്തത് ക്രോമിയത്തിൻ്റെയാണ് ക്രോമൈറ്റ് ആണ് ക്രോമിയത്തിൻ്റെ അയിര്. ലിഥിയത്തിൻ്റെ അയിറ്റാണ് പെറ്റാലൈറ്റ് എന്ന് പറയുന്നതാണ് ലിഥിയത്തിൻ്റെ അയിരാണ് പെറ്റാലൈറ്റ്. ഇനി വനേഡിയം. അപ്പോൾ വനേഡിയത്തിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കടൽ വെള്ളരിയിൽ അടങ്ങിയിട്ടുള്ള ലോഹം. കടൽ വെള്ളരിയിൽ അടങ്ങിയിട്ടുള്ള ലോഹമാണ് വനേഡിയം. വനേഡിയത്തിൻ്റെ അയിരാണ് പേട്രോനൈറ്റ് എന്ന് പറയുന്നത് വനേഡിയത്തിൻ്റെ അയിരാണ്. പേട്രോനൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും അയിരുകൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതിൽ മെയിനായിട്ട് എപ്പോഴും ചോദിക്കുന്നത് അലുമിനിയം, അയേൺ, അതുപോലെ സിങ്ക്, ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. സിങ്ക്, അതേപോലെ ടൈറ്റാനിയം ചോദിക്കാറുണ്ട്, തോറിയം ചോദിക്കാറുണ്ട്, മെർക്കുറി ചോദിക്കാറുണ്ട്, യുറേനിയവും ചോദിക്കാറുണ്ട്. പിന്നെ കൂടുതലായിട്ടും ലെഡിൻ്റെ ചോദിക്കുന്നതാണ്, കാൽസ്യത്തിൻ്റെ ചോദിക്കുന്നതാണ്, അതേപോലെ ഇവിടെ സ്വർണത്തിൻ്റെ ചോദിച്ചിട്ടുള്ളതാണ്.
സ്വർണത്തിൻ്റെയും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഓരോ ലോഹത്തിൻ്റെയും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റിനും കൂടെ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് എപ്പോഴും കൂടുതലായിട്ടും അയിരുകൾ തന്നെയാണ് ചോദിക്കാറ്. ചിലപ്പോൾ അത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പോയിന്റുകളെല്ലാം ഓർത്ത് വയ്ക്കുക. അതേപോലെ തന്നെ മാണിക്യത്തിലുള്ള അപദ്രവ്യം ക്രോമിയം ആണെന്നും ഇന്ദ്രനീലത്തിലുള്ളത് കൊബാൾട്ട് ആണെന്നും ഓർത്തിരിക്കുക. അപ്പോൾ ഈ മാണിക്യം, ഇന്ദ്രനീലം എന്നൊക്കെ പറയുന്നത് അലുമിനിയത്തിൻ്റെ സംയുക്തങ്ങളാണ്. അപ്പോൾ അതിലടങ്ങിയിട്ടുള്ള അപദ്രവ്യമാണ് ഇത്. പിന്നെ നമുക്കറിയാം അപദ്രവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓറിൽ അയിരിലടങ്ങിയിട്ടുള്ള മാലിന്യങ്ങളാണ്. അതിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഫ്ലക്സ്. ഈ ഫ്ലക്സും ഗാങ്ങും കൂടിച്ചേർന്ന് കിട്ടുന്ന മിശ്രിതമാണ് സ്ലാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതുപോലെ നമുക്ക് ലോഹങ്ങളെ വേർതിരിച്ചെടുക്കുന്ന ആ പ്രോസസ്സ് അതാണ് നമുക്കിനി പറയാനുള്ളത്. ലോഹത്തെ അതിൻ്റെ അയിരിൽ നിന്ന്, ഇപ്പോൾ ഇതൊക്കെ നമ്മൾ അയിരാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇൽമനൈറ്റ് എന്ന് പറയുന്ന അയിരിൽ നിന്ന് ടൈറ്റാനിയത്തെ വേർതിരിച്ചെടുക്കാം, പിച്ച് ബ്ലെൻഡിൽ നിന്ന് യുറേനിയത്തെ വേർതിരിച്ചെടുക്കാം. അങ്ങനെ ഒരു അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിച്ചെടുക്കുന്ന ആ പ്രക്രിയയാണ് ലോഹ നിഷ്കർഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോഹ നിഷ്കർഷണത്തിന് 3 സ്റ്റെപ്പുകളാണുള്ളത്. അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.